ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളൊരു ഉച്ചതിരിഞ്ഞ് വെയിലാറിയപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇറങ്ങി. എൻ്റെ മമ്മിക്കാണെങ്കിൽ നട മുട്ടുകുത്തി കയറാനും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അമ്പെടുത്ത് വെക്കണം. പിന്നെ ഞങ്ങളുടെ കുഞ്ഞപ്പാപ്പനും വല്യപ്പാപ്പനൊക്കെ മരിച്ചു പോയിട്ടുണ്ട്, അവരുടെ അടുത്ത് മെഴുകുതിരി കത്തിക്കാനും ഉണ്ടായിരുന്നു. ഈ സമയത്താണെങ്കിൽ വെയിലും ഉണ്ടാവില്ല, തിരക്കും ഉണ്ടാവില്ല. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാനും സ്ഥലമൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഭയങ്കര ബ്ലോക്കൊക്കെ ആവും. അപ്പം ഞങ്ങൾ ഈ നേരത്ത് തന്നെ വന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അമ്പെടുത്ത് വെക്കാനാണ് പോയത്. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞാൻ്റെ അമ്മാമ ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ സിസ്റ്റർ ഉണ്ടായിരുന്നു, എൻ്റെ ബ്രദർ, പിന്നെ മമ്മി, പിന്നെ എൻ്റെ കസിൻസും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പള്ളി ചുറ്റി പ്രാർത്ഥിച്ച് 3 അമ്പാണ് എടുത്തിട്ടുണ്ടായത്. അപ്പോൾ മമ്മി അമ്പ് കൊണ്ട് പള്ളി ചുറ്റി പോകുമ്പോൾ കുട്ടു എൻ്റെ അനിയൻ വഴികാട്ടിയായിട്ട് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പള്ളിയിൽ കയറി വന്നതെന്ന് പ്രാർത്ഥിച്ചു കേട്ടോ. നമ്മുടെ കുരിശുമുത്തപ്പന്റെ തിരുശേഷിപ്പൊക്കെ തൊട്ടുമുത്തി എല്ലാ രൂപങ്ങളും തൊട്ടുമുത്തി ഞങ്ങൾ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മുട്ടുകുത്തി കയറി. പള്ളിയിൽ നിന്ന് കാണാൻ വളരെ മനോഹരമായിരുന്നു, പൂക്കളൊക്കെ വെച്ച് ഭംഗിയാക്കിയിട്ടുണ്ടായിരുന്നു. വലിയ പള്ളിയാണ് കേട്ടോ താഴേക്കാട് പള്ളി. വരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വന്ന് കാണണം എന്നാണ് ഞാൻ പറയുക. ഇതാണ് മുത്തപ്പന്റെ തിരുശേഷിപ്പ്. ഞങ്ങളപ്പോൾ അത് തൊട്ടുമുത്തി. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിച്ചു എല്ലാവർക്കും. അത് കഴിച്ച് നടന്ന് ഞങ്ങള് സിമിത്തേരിയിലേക്കാണ് കേട്ടോ പോയത്. കുട്ടുവാണെങ്കിൽ മുഖത്ത് മുഴുവൻ ചോക്കോബാർക്കിന്റെ ഐസ്ക്രീം മുഴുവൻ തേച്ചിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സെമിത്തേരിയിലേക്ക് പോയി, എന്നിട്ട് നേരെ വീട്ടിലേക്ക് വന്നു. ഇപ്പൊ ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലമല്ലേ, അത് പണ്ട് അപ്പാപ്പൻ്റെ ഒരു ഓടുവീടായിരുന്നു കേട്ടോ. ആ ഓടുവീട് അപ്പാപ്പ മരിച്ചൊക്കെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞങ്ങളത് പൊളിച്ചു. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇരുന്ന് കളിച്ചപ്പോൾ പറയായിരുന്നു, ആ വീടുണ്ടായിരുന്നപ്പോൾ അവിടെ കയറിയിരുന്ന് ഞങ്ങൾ എല്ലാ കസിൻസ് എല്ലാവരും കൂടി ഇരുന്ന് വർത്താനം പറഞ്ഞ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു വീടായിരുന്നു കേട്ടോ അത്. ഇതിനു മുമ്പ് ഞങ്ങളുടെ പറമ്പിന്റെ ഫ്രണ്ടിലായിട്ട് വെറുതെ ഒരു സ്ഥലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ അവിടെ ഒരു കടയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ റോട്ടിൽ ഭയങ്കര തിരക്കാണ്, പണ്ട് ഇത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഞങ്ങൾ അമ്പ് കാണാൻ പോയിട്ടോ. അമ്പിന്റെ നേരെ കാവാറായപ്പോഴേക്കും ഭയങ്കര മഴ ഇടിമിന്നലൊക്കെ ആയിരുന്നു. പക്ഷെ അമ്പ് ഇറങ്ങാറൊക്കെ ആയപ്പോഴേക്കും മഴയൊക്കെ മാറി. വളരെ മനോഹരമായിരുന്നു കേട്ടോ അമ്പ്. എനിക്ക് കേൾക്കാനായാലും നല്ല രസമുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ.